അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ട്രെയിനിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര ഉറക്കമൊക്കെ തന്നെയായിരുന്നു. ഞാനും ചേച്ചിയും രാവിലെ എണീറ്റ് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും വീണ്ടും എണീറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ജാമും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്നൊരു ചേച്ചി എന്തോ തൈരൊക്കെ തന്നു. രാജസ്ഥാനിലെ ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നത്. പിന്നെ ഞങ്ങളായിട്ട് തന്നെ പുതിയ ട്രെൻഡ് വരെ കണ്ടുപിടിച്ചു. ബ്രെഡും ബട്ടറും ജാമും ബനാനയും വെച്ചൊരു ഫ്രൂട്ട് സാൻഡ്വിച്ച് വരെ ഞങ്ങൾ ഉണ്ടാക്കി. അപ്പം തന്നെ ഏകദേശം ഉച്ചയൊക്കെ ഞങ്ങളുടെ ട്രെയിൻ ഒരു ടണലിൻ്റെ അകത്തൊക്കെ കയറി ഭയങ്കര വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വ്യൂ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ച് ടൈം. ചോറും പരിപ്പും മാത്രം അതിൽ നിന്ന് മനസ്സിലായി. പിന്നെ കഴിയെല്ലാം കഴിഞ്ഞ് നെയിൽ പോളിഷൊക്കെ അടിച്ച് തൊട്ടപ്പുറത്തിരുന്ന കൊച്ചിൻ്റെ ഡാൻസ് വരെ കണ്ട്. അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഞങ്ങൾ ഭോപ്പാലെത്തി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത്. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി വൈകിട്ടായപ്പോൾ ഞങ്ങൾ എണീറ്റു. ഇതെന്തൊരു ഗുണാന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ എത്തി ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ട്രെയിൻ കുറേ നേരം നിർത്തി. പിന്നെ രാത്രി ഇപ്പം ഞങ്ങൾ ഭയങ്കര ഡാൻസും ബഹളവും കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു.